ഇന്ത്യൻ സേനയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി. ഡ്രോണിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് രാജ്യം. പ്രിസിഷൻ ഗൈഡഡ് മിസൈലാണ് പരീക്ഷണ വിജയം നേടിയത്. ആന്ധ്രാപ്രദേശിലെ കർണൂലിലാണ് UAV ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ V3യുടെ പരീക്ഷണം പ്രതിരോധ ഗവേഷണ കേന്ദ്രം നടത്തിയത്. DRDOയെ അഭിനന്ദിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ പരീക്ഷണം ഇന്ത്യയുടെ മിസൈൽ ശേഷിക്ക് വലിയൊരു മുന്നേറ്റം നൽകുമെന്നും പറഞ്ഞു. മാത്രമല്ല, പുതിയ പരീക്ഷണം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് വലിയ ഊർജം പകരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡ്രോൺ യുദ്ധശേഷിക്ക് വലിയൊരു നാഴികക്കല്ലാകുന്ന ഒരു പരീക്ഷണമാണ് രാജ്യം വിജയകരമാക്കിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഏറ്റവും നൂതനമായ ഈ സംവിധാനം ആൾരഹിത വ്യോമവാഹനങ്ങളിൽ നിന്നോ അഥവാ ഡ്രോണുകളിൽ നിന്നോ തൊടുത്തുവിടാൻ കഴിയുന്ന ലക്ഷ്യത്തിൽ കൃത്യമായി പതിക്കുന്ന ഗൈഡഡ് മിസൈലാണ്. എന്തൊക്കെയാണ് UAV ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ V3യുടെ സവിശേഷതകൾ അറിയാം. ഡ്രോണുകളിൽ നിന്ന് വിക്ഷേപണം. ഡ്രോണുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലുകൾ പ്രതിരോധ രംഗത്ത് വളരെ തന്ത്രപരമായ നേട്ടമാണ് സമ്മാനിക്കുക. കാരണം ഇതിലൂടെ പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിൽ ആക്കാതെ ദൂരെയുള്ള ലക്ഷ്യങ്ങളിൽ വരെ ആക്രമണം നടത്താൻ സാധിക്കും. ലക്ഷ്യങ്ങളെ തകർക്കും കൃത്യതയോടെ. നിർണായകവും അതിസൂക്ഷ്മവുമായ ലക്ഷ്യങ്ങളിൽ പോലും കൃത്യമായി പതിക്കാൻ ഈ മിസൈലിന് സാധിക്കും. ശത്രുപാളയങ്ങളിലെ തന്ത്രപ്രധാനമായ കെട്ടിടങ്ങളോ വാഹനങ്ങളോ വ്യക്തികളോ പോലുള്ള ചെറിയ ലക്ഷ്യങ്ങളെപ്പോലും തകർക്കാൻ ഇത് പ്രാപ്തമാണ്. മാത്രമല്ല, വ്യോമസേനയുടെ വിമാനങ്ങൾക്ക് സാധാരണ എത്തിച്ചേരാൻ കഴിയാത്തതോ കൂടുതൽ സമയം നിരീക്ഷിച്ച് പറക്കേണ്ടതോ ആയ സാഹചര്യമാണെങ്കിൽ അവിടെ ഇവ വളരെ ഉപകാരപ്രദമാകും. ഡ്രോണുകൾക്ക് മിസൈലുമായി പറന്ന് ലക്ഷ്യം കണ്ടെത്താനും ആക്രമിക്കാനും കഴിയും. ആക്രമണം ഒപ്പം നിരീക്ഷണവും. ഒരു ഡ്രോണിന് ലക്ഷ്യം നിരീക്ഷിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും ആവശ്യമെങ്കിൽ അതേ ഡ്രോണിൽ നിന്ന് തന്നെ മിസൈൽ തൊടുത്ത് ആക്രമണം നടത്താനും സാധിക്കുന്നത് സൈന്യത്തിന് വൻ മുതൽക്കൂട്ടാണ്. തന്ത്രപ്രധാനമായ സമയങ്ങളിൽ അത് വലിയ സഹായമാണ് സേനയ്ക്ക് നൽകുക. പ്രതിരോധ മേഖലയിലെ ഓരോ വിജയകരമായ പരീക്ഷണവും ഇന്ത്യൻ സൈനിക ശക്തിക്ക് ഒരു മുതൽക്കൂട്ടാണ്. രാജ്യത്തിന്റെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിർത്തി കടന്നുള്ള മിന്നൽ ആക്രമണങ്ങൾ, ശത്രുവിന്റെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വളരെ നിർണായകമാണ്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഫലപ്രദമായ ഇത്തരം ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഡ്രോൺ മിസൈൽ സംവിധാനങ്ങൾക്ക് കഴിയുമെന്നതാണ് പ്രധാന നേട്ടം. അതുമാത്രമല്ല, ഡ്രോണുകളിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കുന്ന സാങ്കേതിക വിദ്യ ലോകത്ത് ഏതാനും ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണുകൾ, ഹെൽഫയർ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ ഈ സാങ്കേതിക വിദ്യയുടെ പ്രധാന ഉദാഹരണമാണ്. ഇന്ത്യയിൽ തപസ് BH-201 പോലുള്ള അത്യാധുനിക ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിനൊപ്പം ആകാശ്, നാഗ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈൽ സംവിധാനങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കുന്നുണ്ട്. എന്തായാലും ഈ പുത്തൻ സംവിധാനം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ലോകവേദിയിൽ ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക മികവ് വിളിച്ചോതുന്ന ഒരു അഭിമാന നിമിഷം കൂടിയാണ്. ഭാവിയിൽ രാജ്യത്തിന്റെ പ്രതിരോധ തന്ത്രങ്ങളിൽ ഇത് എങ്ങനെ സഹായമാകും എന്ന് കാത്തിരുന്ന് കാണാം.